ആകാശവാണി. ആഗോളീകരണത്തിന്റെ കാലത്ത് എന്തും ഉപഭോഗപരമായി തീരുന്ന സ്ഥിതിവിശേഷമുണ്ട്. കലകളടക്കമുള്ള എന്തും സാംസ്കാരിക മണ്ഡലത്തിൽ പുലർത്തിയിരുന്ന നിർണായകത്വം കേവലമായ ഉപഭോഗപരതയ്ക്ക് വഴിമാറിയിരിക്കുന്നു. മുന്നേറ്റങ്ങളുടെ നീണ്ട പട്ടികകൾ നിർത്തി സ്ത്രീ സമൂഹത്തിന്റെ പുരോഗതി നമ്മൾ രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ മാറിയ സാമൂഹിക പരിതോവസ്ഥകളിലും സ്ത്രീ പ്രധാനമായും വിൽപ്പനച്ചരക്കാണ്. വെറും ഉടൽ എന്നതിനപ്പുറം സ്ത്രീയെ സമൂഹം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. മാറി മാറി വരുന്ന കലാസങ്കല്പങ്ങൾക്കനുസരിച്ച് സ്ത്രീയെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിച്ഛായയ്ക്കും മാറ്റമുണ്ടാകേണ്ടിയിരിക്കുന്നു. കഥനകഥകളുടെ അകപ്പൊരുളുകൾ അറിയേണ്ടിയിരിക്കുന്നു. ഒരു ദലിത് യുവതിയുടെ കഥനകഥ. എം മുകുന്ദന്റെ നോവലിന്റെ റേഡിയോ ആവിഷ്കാരം. റേഡിയോ രൂപാന്തരം ഡോക്ടർ ആർ ശ്രീലത വർമ്മ. അവതരണം ആകാശവാണി തൃശൂർ നിലയം. ഞാൻ നാടകകൃത്ത് നാരായണൻ. ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന എന്റെ പുതിയ നാടകം അരങ്ങിലെത്തുകയാണ്. നാടകത്തെപ്പറ്റി നാടകകൃത്ത് തന്നെ സംസാരിക്കുന്നതിലെ അനൗചിത്യം എനിക്കറിയാം. എങ്കിലും ഈ നാടകത്തെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. ഒരു ഭൂവുടമ തന്റെ ഗ്രാമത്തിൽ അഴിച്ചുവിടുന്ന ഹിംസയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു നാടകം എന്റെ സുഹൃത്തും നാടകപ്രവർത്തകനുമായ കരീം ബോയ്ക്ക് വേണ്ടി എഴുതണമെന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ സുഹൃത്തുക്കളായ ഗോകുൽ, ജാവേദിന്റെ പെങ്ങൾ വസുന്ധര, ഇങ്ങനെ കരീം ബോയുടെ നാടകപ്രവർത്തനത്തിൽ താൽപര്യമുള്ള കുറച്ചുപേരുണ്ട്. ഞാൻ എഴുതി കരീം ബോയ് സംവിധാനം ചെയ്യുന്ന ഒരു നാടകം അരങ്ങേറിക്കാണാൻ അവരും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കരീം ബോയ്ക്ക് വേണ്ടി നാടകം എഴുതണമെന്ന ലക്ഷ്യത്തോടെ ഞാൻ ജഗധാരി എന്ന ഗ്രാമത്തിൽ പോയി അവിടെ കുറച്ചു കാലം താമസിച്ചു. വാസ്തവത്തിൽ ഗുണ്ടേച്ച എന്ന സവർണനായ ഭൂവുടമ എന്നെ പത്രപ്രവർത്തകനെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ മാളികയിൽ താമസിപ്പിക്കുകയാണ് ഉണ്ടായത്. ഗുണ്ടേച്ചയുടെ വീട്ടിൽ താമസിച്ച് ഞാൻ അയാളുടെ പാതകങ്ങളെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ഗുണ്ടേച്ച ഭഗവന്തി എന്ന ദളിത് യുവതിയെ വിവസ്ത്രയാക്കി അപമാനിച്ച യഥാർത്ഥ സംഭവമാണ് വാസ്തവത്തിൽ എന്റെ നാടകത്തിന് ആധാരം. നാടകം കരീം ബോയ് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഇല്ല, എനിക്കതിന് കഴിയില്ല. നിങ്ങൾ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. ജീവിതത്തിലെ യാഥാർത്ഥ്യവും കലയിലെ യാഥാർത്ഥ്യവും. നിർത്തരാധികെ, നിന്റെ സദാചാരം പറച്ചേ. സ്റ്റേജിൽ ഒരു ക്യാമറ നടത്താനല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. അപമാനിക്കപ്പെട്ട ദളിത് യുവതിയെ റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുവാനാണ്. നിനക്കതൊന്നും മനസ്സിലാകാത്തത് കൊണ്ടല്ല. നിന്റെ ബൂർഷ്വാ മൂല്യങ്ങൾ, മധ്യവർഗത്തിന്റെ മുടിഞ്ഞ സദാചാരബോധം. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ്. കരീം ബോയ്, നിങ്ങൾ എന്തു വേണമെങ്കിൽ പറഞ്ഞുകൊള്ളൂ. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഞാൻ ഈ റോളിൽ അഭിനയിക്കുകയില്ല. അതിന് വേറെ ആളെ നോക്കണം. ഇപ്പോൾ എനിക്ക് മറ്റു ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ഞാൻ പോകുന്നു. എന്തിനാണ് ഈ ബൾബ്? അതങ്ങ് ഓഫ് ചെയ്തേക്ക്. എനിക്ക് ആരുടെയും മുഖം കാണേണ്ട ആവശ്യമില്ല. രാധിക നല്ല അഭിനേത്രിയാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയല്ലേ അവൾ? നാടകത്തെ ശരിക്കു പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവൾ. മനസ്സിലാക്കിയോ? എവിടെ? അവൾക്കൊന്നും അറിയില്ല.
കലയിലെ വാസ്തവികതയെക്കുറിച്ച് അവൾക്ക് എന്തറിയാം? അവൾ പോയി തുലയട്ടെ. കുറ്റം അവളുടേതല്ല. പാരമ്പര്യത്തിൽ നിന്നും ശീലങ്ങളിൽ നിന്നും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നാരായണൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ രാധികയെ പിണക്കി പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല. ഒരു ഒത്തുതീർപ്പിൽ. ഗോകുൽ, അതുമാത്രം നിങ്ങൾ എന്നോട് പറയരുത്. കലയിൽ കോംപ്രമൈസ് ഇല്ല. 500 ആളുകളുടെ മുമ്പിൽ പിറന്ന പടി നിൽക്കേണ്ടി വരുമ്പോഴുള്ള വിഷമം സർ, അങ്ങേക്കത് മനസ്സിലാകില്ല. മറ്റൊരു പെണ്ണിനെ അത് മനസ്സിലാകൂ. വസുന്ധരെ, നീയും ഇങ്ങനെ വെറും സാധാരണ രീതിയിൽ സംസാരിക്കരുത്. ആരും ഒന്നും മനസ്സിലാക്കണ്ട. ആരും തർക്കിക്കാനും വരണ്ട. ആർക്കും ഒരു വിഷമവും വേണ്ട. ഞാൻ ഈ നാടകം വേണ്ടെന്ന് വെക്കുന്നു. നാരായണ, എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടി ഇതെഴുതിയ നിങ്ങളോട് ഞാൻ സോറി പറയുന്നു. ജീവിക്കാൻ എനിക്ക് എന്റെ ഇൻഷുറൻസ് ബിസിനസ് ഉണ്ട്. അതുമായി ഞാൻ കഴിഞ്ഞോളാം. ഗുഡ് നൈറ്റ്. പതിവ്രതകള് കാമുകന്മാരുടെയും ചാരന്മാരുടെയും മുമ്പിൽ ഉടുതുണി ഉരിഞ്ഞു നിൽക്കാൻ പോലും മടിയില്ല. കലയ്ക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ പറയുമ്പോൾ അവളുമാരുടെ കരിമ്പോയുടേത് ഒരു ഓവർ റിയാക്ഷനാണ്. രാധികയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതേസമയം കരിമ്പോയുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുമുണ്ട്. കുറ്റം നിങ്ങളുടേതാണ് നാരായണ. അങ്ങനെ ഒരു കഥാപാത്രത്തെ നിങ്ങൾ സൃഷ്ടിക്കരുതായിരുന്നു. നാളെ ഇതേ നേരം ഇവിടെ കരിമ്പോയുടെ ഫ്ളാറ്റിന്റെ ഈ ടെറസിൽ വെച്ച് ഞാൻ എന്റെ നാടകം കത്തിച്ച് ചാമ്പലാക്കും. ഞാനതിന് സമ്മതിക്കില്ല. ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. ജാവേദ്, ഈ പുസ്തകങ്ങൾ അടുക്കി വെക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? നിങ്ങളുടെ ഈ വീട്ടിൽ പുസ്തകങ്ങൾ ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ട്. ആ ഗോകുൽ, നിനക്കറിയുമോ, പുതിയ പുസ്തകങ്ങൾ ഞാൻ വാങ്ങാറില്ല. ബുക്ക് ഷോപ്പിൽ പുതിയ പുസ്തകങ്ങൾ വന്നാലും അതെല്ലാം പഴയതാകുന്നതുവരെ ഞാൻ കാത്തിരിക്കും. ഇതെല്ലാം പൊടി പിടിക്കാതെ അടുക്കി വെക്കാൻ അത്ര എളുപ്പമല്ല. പുസ്തകങ്ങൾ പഴകുന്നതുവരെ കാത്തിരുന്നാലും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാൾ അറിവുണ്ട്. ഇത് വലിയ അത്ഭുതമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് ഗോകുൽ പറഞ്ഞത്. ജാവേദിന്റെ പപ്പയും എങ്ങനെയായിരുന്നു. ആണാണെങ്കിലും പെണ്ണുങ്ങളുടെ കാര്യങ്ങള് പെണ്ണുങ്ങളെക്കാളും അങ്ങേർക്ക് അറിയായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. ഗോകുൽ എന്താ മാസിയുടെ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത്? ഇത് അദ്ദേഹം മരിക്കുന്നതിന് 1.5 കൊല്ലം മുൻപെടുത്ത ഫോട്ടോയാണ്. പക്ഷേ ഇതിന് വളരെ കാലത്തെ പഴക്കം തോന്നുന്നു. കണ്ണടച്ചു തുറക്കുന്നതിനിടെ കാലം കടന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല മോനെ. ആ വസുന്ധരെ, നീ പൊടി തട്ടിയത് മതി. ചെന്ന് ഇവർക്കെല്ലാം ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ. അച്ഛനില്ലാത്ത പെൺമക്കളെ പോറ്റി വലുതാക്കേണ്ടതിന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വസുന്ധര ഒരു സാധാരണ പെൺകുട്ടിയല്ല. അവൾ ബുദ്ധിമതിയാണ്. ജീവിതത്തെ ഗൗരവബുദ്ധിയോടെ സമീപിക്കുന്നവളാണ്. പക്ഷേ അവൾ എത്ര പെട്ടെന്ന് വളർന്നു. ഇപ്പോഴും ഒരു സിന്ധി പശുവിനെ പോലെ വളരുന്നു. അവളുടെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ. വസുന്ധരയുടെ പപ്പ ഇല്ലെന്ന് കരുതി അവളെ ചൊല്ലി നിങ്ങൾ ഇത്രയ്ക്ക് ആദി പിടിക്കുന്നത് എന്തിനാണ്? ഇവിടെ ഇരുന്ന് ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് പോലെ എനിക്ക് തോന്നി. നിന്റെ ഓരോ തോന്നലുകള്. ദാ ചായ കുടിക്കേ. ജാവേദിനെ ഇതുപോലെ വീട്ടിൽ കണ്ടുകിട്ടുന്ന സമയം എത്ര ചുരുക്കമാണെന്നോ. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല. ആ, എനിക്ക് ഇന്ന് അല്പം തിരക്കുണ്ട്. ഇപ്പോൾ ഇറങ്ങട്ടെ. നാളെ കരിമ്പോയുടെ ഫ്ളാറ്റിൽ കൂടാം. ഞാൻ കൊണ്ടുവിടാം. നാരായണ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചെത്തും. നീ തിരിച്ചു വന്നിട്ട് എനിക്ക് മാർക്കറ്റ് വരെ പോണം. ജാവേദും പുറത്തു പോകാനുള്ള തിരക്കിലാ.
ആ വേഗം പോയിട്ട് വാ. ഗോകുൽ, നീ വേഗം എത്തിയത് നന്നായി. വസുന്ധരയ്ക്കൊരു കൂട്ടായല്ലോ. ആ, ഞാൻ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങി വരാം. നാരായണന്റെ കൂടെ റിഹേഴ്സൽ കാണാൻ പോകണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. അമ്മയ്ക്ക് മാർക്കറ്റിൽ പോകാനുള്ളത് കൊണ്ട് വീട് അടച്ചുകൂട്ടി പോകണ്ടെന്ന് പറഞ്ഞു. നീ പോകാത്തത് നന്നായി. കുറച്ചു നേരം നമുക്ക് തനിച്ചിരുന്ന് സംസാരിക്കാമല്ലോ. അമ്മയുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാമല്ലോ. ചില സാഹചര്യങ്ങളിൽ അച്ഛനും അമ്മയും പോലും ഒരു അധികപ്പറ്റാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അമ്മ അറിയാത്ത ഒരു രഹസ്യവും എനിക്കില്ല. ചില കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയില്ല. മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ്? അത് നീയുമായി മാത്രം ഷെയർ ചെയ്യാനുള്ളതാണ്. നോക്കൂ ഗോകുൽ, നിങ്ങൾ പഴയ മട്ടിലുള്ള ഒരു കമിതാവാണ്. ആയിരിക്കാം. കാര്യങ്ങൾ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു തീർത്താൽ പിന്നെ ഭാഷ എങ്ങനെ വളരും? വ്യാകരണവും അലങ്കാരങ്ങളും ബിംബാവലികളുമെല്ലാം കാര്യങ്ങൾ വളച്ചുകെട്ടി പറയാനുള്ളതല്ലേ. അമ്മ വന്നിട്ട് നമുക്ക് നടക്കാൻ പോയാലോ? നീ കരുതിക്കൂട്ടി വിഷയം മാറ്റുകയാണെന്ന് എനിക്കറിയാം. വാസ്തവത്തിൽ നിന്നെ ഞാൻ പ്രേമിക്കുകയല്ല, തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നമുക്ക് കരിയമ്പോയുടെ വീട്ടിൽ പോകാം. അവിടെ റിഹേഴ്സൽ നടക്കുകയല്ലേ, നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? ഇനി എന്താണ് സംസാരിക്കാനുള്ളത്? നിങ്ങൾ പറയാതെ തന്നെ ഞാൻ എല്ലാം കേട്ടു. നീ എന്ത് കേട്ടു? എല്ലാം. എന്തായാലും ഇന്നോ നാളെയോ എനിക്ക് നാരായണനെ കാണണം. അയാളോട് നാടകത്തെപ്പറ്റി സംസാരിക്കണം. എന്തിനാണ് എന്നെ അടിയന്തരമായി കാണണമെന്ന് നീ ആവശ്യപ്പെട്ടത്? പറയൂ കുട്ടി. പതുക്കെ. ഗോകുലുമായുള്ള എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഓഹോ, അഭിനന്ദനങ്ങൾ. പക്ഷേ ഈ വിവരം പറയാനല്ല ഞാൻ വന്നത്. പിന്നെ? നിങ്ങളുടെ നാടകത്തിൽ രാധിക വേണ്ടെന്ന് വെച്ച് വേഷം അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ്. നീ നന്നായി ആലോചിച്ചിട്ടാണോ ഇത് പറയുന്നത്? നല്ലതുപോലെ ആലോചിക്കാതെ ഞാൻ ഇതിനൊരുമ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് എന്റെ എൻഗേജ്മെന്റ് നടന്നു. പക്ഷേ ഇന്നലെ രാത്രി ഉറങ്ങാതെ കിടന്ന് ഞാൻ ആലോചിച്ചത് അതിനെക്കുറിച്ചല്ല, നിങ്ങളുടെ നാടകത്തെക്കുറിച്ചും ഭഗവന്തിയെക്കുറിച്ചുമാണ്. കുട്ടി, ഭഗവന്തി വിഷമം പിടിച്ച ഒരു കഥാപാത്രമാണ്. രാധികയെ പോലെ യൂറോപ്പിൽ താമസിച്ച് തിരിച്ചെത്തിയ പരിഷ്കൃത കുടുംബത്തിലെ അംഗമായ ഒരു പെൺകുട്ടി അഭിനയിക്കുവാൻ മടിക്കുന്ന ഒരു റോൾ. എനിക്കറിയാം. ഭഗവന്തിയുടെ കഥ അത്രയും എനിക്കറിയാം. അത് എഴുതാനിടയായ ചുറ്റുപാടും എനിക്കറിയാം. നിന്റെ അമ്മ സമ്മതിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അമ്മയുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഞാനൊരു മുതിർന്ന പെണ്ണാണെന്ന് നിങ്ങൾ മറക്കുന്നു. എന്നും എനിക്ക് അടുക്കളയിൽ ചെന്ന് സൂപ്പുണ്ടാക്കിയും മുറിയിലെ പൊടി തട്ടിയും കഴിഞ്ഞാൽ മതിയോ? എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യണം. ആട്ടെ, ഗോകുലിനോട് നീ സംസാരിച്ചോ? ഗോകുലിന്റെ അനുവാദം? നോക്കൂ നാരായണ, നിങ്ങളുടെ സംസാരം എന്നെ മടുപ്പിക്കുന്നു. മറിയയുടെ മകളായും ഗോകുലിന്റെ പ്രതിശ്രുത വധുവായി അല്ലാതെ നിങ്ങൾക്ക് എന്നെ കാണുവാൻ കഴിയില്ലേ? എന്നെ ഞാനായി മാത്രം കണ്ടാൽ എന്താണ് കുഴപ്പം? ശരി, നമുക്ക് നാടകത്തിലെ ചില ഭാഗങ്ങൾ നോക്കാം. ഉദാഹരണത്തിന്, ഗുണ്ടേച്ച ഭഗവന്തിയുടെ കുടിലേക്ക് അലങ്കരിച്ച ഒരു കാളവണ്ടിയിൽ ചെല്ലുന്നു.
കാളവണ്ടി കാണികളുടെ ഇടയിലൂടെ വരണം എന്ന അഭിപ്രായമാണ് ചിലർക്ക്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ നാടകം ഓപ്പൺ തിയേറ്ററിൽ കളിക്കേണ്ടി വരും. നാടൻ കലാരൂപങ്ങളാണ് തുറന്ന ഇടങ്ങളിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടേതുപോലുള്ള ഒരു നവീന നാടകം ഒരു തിയേറ്ററിൽ കാണിക്കുവാനുള്ളതാണ്. ഇത്രയും നാൾ അങ്ങും ഇങ്ങും ഒരാട്ടിൻകുട്ടിയെപ്പോലെ ഓടുകയും കളിക്കുകയും ചിരിക്കുകയും ചെയ്ത ഭഗവതി ഒരേ ഒരു ദിവസം കൊണ്ട് അപമാനിതയും ദുഃഖിതയും മുറിവേറ്റവളുമായി തീർന്നു. ആ കഥാപാത്രത്തെയാണ് നീ അവതരിപ്പിക്കുവാൻ പോകുന്നത്. റിഹേഴ്സലുകൾ കഴിഞ്ഞ് സ്റ്റേജിലെത്തുമ്പോൾ ഞാൻ പൂർണ്ണമായി ഭഗവതിയായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നാടകം ഞങ്ങളുടെ കുടുംബത്തിന് അന്യമൊന്നുമല്ല കേട്ടോ ഗോകുൽ. ഞങ്ങളുടെ പപ്പ പണ്ട് ഒരു നാടകത്തിൽ നാവികന്റെ വേഷം അഭിനയിച്ചിട്ടുണ്ട്. വസുന്ധര പറഞ്ഞ എനിക്കറിയാം. വസുന്ധര ഈ റോൾ ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഐസ്ക്രീം തിന്നും ശീതളപാനീയം കുടിച്ചും TV സീരിയലിനെ കുറിച്ച് സംസാരിച്ചു നടക്കുന്ന സാധാരണ പെൺകുട്ടികളെ പോലെ അല്ല എന്റെ സഹോദരി. അല്ലേ ഗോകുൽ? നാടകത്തിൽ അഭിനയിക്കണമെന്നത് തികച്ചും അവളുടെ സ്വതന്ത്രമായ അഭിപ്രായമല്ലേ? അവളുടെ ജീവിതം എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് അവൾ തന്നെയല്ലേ? ഇന്ന് ഞാനാണ് അവളെ റിഹേഴ്സലിന് കൊണ്ടുപോയത്. അവളുടെ അഭിനയം കാണണമെന്ന ആഗ്രഹവും എനിക്കുണ്ടായിരുന്നു. നാരായണൻ എഴുതി കരീം ബോയ് സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അവൾ അഭിനയിക്കുന്നതിൽ എനിക്കും അഭിമാനമുണ്ട്. അവളുടെ അഭിനയത്തിൽ കരീം ബോയ്ക്ക് നല്ല തൃപ്തിയുണ്ട്. ഭഗവതി ആടിനെ മേയ്ക്കുന്ന രംഗമൊക്കെ എത്ര സമർത്ഥമായിട്ടാണ് അവൾ അവതരിപ്പിച്ചത്. എന്റെ അനുജത്തി ആയതുകൊണ്ട് പറയല്ല കേട്ടോ. എനിക്കറിയാം. ഭഗവതിയായി അവൾ ജീവിക്കുകയാണ്. ദാ അവൾ എത്തിക്കഴിഞ്ഞു. നിന്റെ അഭിനയത്തെക്കുറിച്ച് ഞങ്ങൾ പറയുകയായിരുന്നു. ഭഗവതി ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, ശരിക്കും ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭഗവതി കടന്നു വന്ന കനൽ വഴികളെക്കുറിച്ച്? നീ വേണ്ടതിലേറെ ചിന്തിക്കുന്നു, വേണ്ടതിലേറെ ഭാവന ഉപയോഗിക്കുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് ഞാൻ മുൻപ് തന്നെ പറഞ്ഞത് ഇതൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവില്ലെന്ന്. വാസ്തവത്തിൽ ഇതിൽ ഭാവന തീരെയില്ല. വസുന്ധരെ, ഗോകുൽ ഉദ്ദേശിച്ചത് നീ ഭഗവതിയുടെ മാനസിക നിലകൾ വിശകലനം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന അർത്ഥത്തിലായിരിക്കും. അതെ, ചില സംഭവങ്ങളെ നാം വൈചാരികമായി മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ. എന്ത് വൈചാരികത? ഭഗവതി നേരിട്ട അപമാനം വസ്തുനിഷ്ഠതയുടെയും വൈചാരികതയുടെയും വെറും അതിരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഓ, കഷ്ടം. തർക്കത്തിനൊന്നും ഞാനില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഓ, നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ എന്റെ കാര്യം കുഴയല്ലോ. എനിക്കിപ്പോൾ പോയിട്ട് കുറെ ആവശ്യങ്ങളുണ്ട്. ഗോകുൽ, നീ ഇവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, സീ യു. വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വരൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് പാർക്കിലേക്ക് പോകാം. എത്ര നാളായി അവിടെ പോയിട്ട്? നിനക്കങ്ങനെ തോന്നിയത് നന്നായി. ഞാനിതാ എത്തി.
പാർക്കിൽ ആളുകൾ കുറവാണല്ലോ, അത്രയും ആശ്വാസം. വസുന്ധര, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ് ഗോകുൽ? എന്തിനാണ് ഈ മുഖവിര? ചോദിക്കേ. മറ്റൊന്നുമല്ല, രാധിക ഉപേക്ഷിച്ച റോൾ നീ ഏറ്റെടുക്കാനുള്ള കാരണങ്ങളെ കുറിച്ച് ഞാൻ കുറെ ആലോചിച്ചു. പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ നിന്നോട് നേരിട്ട് ചോദിക്കാമെന്ന് വെച്ചു. നന്നായി ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പ്രവൃത്തിക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. പക്ഷേ എന്താണ് നിന്നെ ഈ പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചത്? രാധിക പിൻവാങ്ങിയപ്പോൾ കരീം പോയി നാരായണനും നിരാശപ്പെട്ടു. അവരോടുള്ള സഹതാപമാണോ നിനക്ക് പ്രേരണ നൽകിയത്? അഥവാ നാടകത്തിലുള്ള നിന്റെ താല്പര്യമോ? രാധികയെ പോലെ പ്രശസ്തയായ ഒരു നടിയൊന്നുമല്ല നീ. അതിര് കവിഞ്ഞൊരു താല്പര്യം നിനക്ക് നാടകത്തിലുള്ളതായി എനിക്കറിയുമൊന്നുമില്ല. നോക്കൂ ഗോകുൽ, നിങ്ങൾ പറയുന്ന ഈ വസ്തുതകളെല്ലാം എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. 1 വർഷം മുൻപ് തന്നെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതാണ്. ഇനി മറ്റൊരു ബുക്കിംഗ് കിട്ടണമെങ്കിൽ 1 കൊല്ലത്തിലേറെ കാത്തിരിക്കണം. സ്പോൺസർമാർ പിൻവാങ്ങും. കരീംബോയെ നിരാശപ്പെടുത്തിയത് ഇതെല്ലാമാണ്. അതെ ഗോകുൽ, എനിക്ക് കരീംബോയോടും നാരായണനോടും സഹതാപമുണ്ട്. എന്നാൽ അതുമാത്രമല്ല ഞാൻ റോൾ സ്വീകരിക്കാൻ കാരണം. ഭഗവന്തി ജീവിച്ചിരുന്നു എന്ന അറിവ് എന്നെ ശല്യം ചെയ്യുന്നു. നാരായണൻ അത് പറയാൻ പാടില്ലായിരുന്നു. ഭഗവന്തി തന്റെ സങ്കല്പം മാത്രമാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. രാധികയുമായി താരതമ്യം ചെയ്യുമ്പോൾ നീ വളരെ ചെറിയ ഒരു നടിയാണ്. അവളെപ്പോലെ നിനക്ക് അഭിനയത്തിൽ ശിക്ഷണം ലഭിച്ചിട്ടില്ല. എന്നിട്ടും എത്ര നന്നായി നീ അഭിനയിക്കുന്നു. അഭിനയം തീരുന്നതുവരെ ഞാൻ ഭഗവന്തിയാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നീ മാത്രമല്ല, ഞങ്ങൾ കാണികളും അങ്ങനെ വിശ്വസിക്കുന്നു. സംസാരിച്ചിരുന്ന സമയം പോയി. ഗോകുൽ വണ്ടി എടുത്തു വരൂ. എന്നെ കരീംബോയുടെ ഫ്ലാറ്റിൽ എത്തിക്കണം. റിഹേഴ്സലിന് ഇപ്പോൾ എല്ലാവരും എത്തിക്കാണും. പാർത്ഥ, നാളത്തേക്ക് ഇനി എന്താണ് ഒരുങ്ങാൻ ബാക്കിയുള്ളത്? ഒന്നുമില്ല, എല്ലാം റെഡി. നിങ്ങൾ നോക്കിക്കോളൂ. ആ രംഗത്തിൽ ഞാൻ വെളിച്ചം കൊണ്ടൊരു മാജിക് തന്നെ സൃഷ്ടിക്കും. അക്കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എത്ര ദിവസത്തെ ചർച്ചകളും പരിശ്രമങ്ങളുമാണ്. ഒരിക്കലും അവ പരാജയമാവില്ല. പിന്നെ നീ വസുന്ധരയുമായി ലൈറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നോ? ലൈറ്റിങ്ങിനെ കുറിച്ച് അവൾക്ക് എന്തറിയാം? അവളുടെ ശരീരത്തിൽ എവിടെയെല്ലാം വെളിച്ചം വീഴണമെന്ന് ഞാൻ തീരുമാനിച്ചു കൊള്ളാം. ഓക്കെ, ഇന്ന് വൈകുന്നേരം ഡ്രസ് റിഹേഴ്സൽ. നാളെ നമ്മുടെ നാടകത്തിന്റെ ആദ്യ പ്രദർശനം. നാരായണ, ഈ നാടകത്തിലൂടെ നമ്മൾ നാടക സങ്കല്പത്തെക്കുറിച്ചുള്ള വ്യവസ്ഥാപിത ധാരണകളെല്ലാം മാറ്റിയെഴുതും. തീർച്ചയായും.
ഹലോ ഹലോ, ആ ഗ്രേറ്റ് ന്യൂസ് നാരായണ, നമ്മുടെ ഷോ ഇന്ന് ഹൗസ്ഫുൾ ആകും. ഹലോ ഹലോ ജാവേദ്, നീ എവിടുന്നാ? ആ, ഞാനിവിടെ നാത്തൂരാ സെൻസിൽ. ഓഹോ, ഇവിടെ ടിക്കറ്റ് വാങ്ങാൻ നീണ്ട ക്യൂവാ, വിശ്വസിക്കാൻ പ്രയാസം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ജാവേദ്, അത് ഒരു നല്ല ന്യൂസ് അല്ല. പിന്നെ ഓഡിറ്റോറിയം കാലിയായി കാണാനാണോ നീ ആഗ്രഹിക്കുന്നത്? നമ്മുടെ നാടകം കാണാനായി ടിക്കറ്റിന് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു തകരാറുണ്ട്. നാം മുൻകരുതൽ എടുക്കേണ്ടിയിരിക്കുന്നു. സിനിമാ ടിക്കറ്റുകൾക്കല്ലാതെ നാടകത്തിനു വേണ്ടി ആരെങ്കിലും ക്യൂ നിൽക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ആ, നീ പറയുന്നത് എനിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അതെ, ആ രംഗത്തെക്കുറിച്ചുള്ള വാർത്ത ലീക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ എടുത്ത മുൻകരുതലുകൾ വെറുതെയായി. സംഭവിക്കാൻ പാടില്ലാത്തതാകും എപ്പോഴും ആദ്യം സംഭവിക്കുക. ജാവേദ്, ഏതായാലും നീ എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് ചെന്ന് വിൽപ്പനയുടെ സ്വഭാവം അന്വേഷിച്ചു വരൂ. ശരി, ഞാൻ അറിഞ്ഞു വരാം. ഓക്കെ. ഹലോ, വിക്ടർ കരിമ്പോയി അല്ലേ? അതെ. നിങ്ങൾ എവിടെ നിന്നാണ്? ഞാൻ വർഗീസ്, ടൈംസ് എക്സ്പ്രസിൽ നിന്ന് വിളിക്കുന്നു. സന്തോഷം സന്തോഷം. പിന്നെ നാടകത്തിന്റെ ആദ്യ ഷോ ഇന്നല്ലേ? അതെ. ഹീറോയിനായി അഭിനയിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ഫോട്ടോഗ്രാഫറുമായി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വൈ ദ ഹീറോയിൻ? വേണ്ട വിവരങ്ങൾ ഞാൻ തരാം. ഞാനാണ് നാടകത്തിന്റെ സംവിധായകൻ. ആ കുട്ടിയോടാണ് എനിക്ക് സംസാരിക്കേണ്ടത്. അവൾക്ക് ഫോണില്ല. നിങ്ങൾ കളവ് പറയുകയാണ്. ശരി, ഞാൻ നോക്കട്ടെ. നാരായണ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. പത്രങ്ങളുടെ ശ്രദ്ധ വസുന്ധരയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇതാപത്താണ്. ബ്രഹ്തിയൻ പാരമ്പര്യത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു നാടകമാണ് നമ്മുടേത്. പത്രങ്ങൾ അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത്. നീ പറഞ്ഞതാണ് ശരി. വസുന്ധര ഇന്ന് ഒരു പത്രക്കാരനെയും കാണാൻ പാടില്ല. നീ അവളെ വിളിച്ച് പറയൂ, ഉടൻ. ഓക്കെ. ഹലോ 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 ജാവേദ്, വസുന്ധര എന്ത് ചെയ്യുകയാണ്? അവൾ വിശ്രമിക്കുക. വിശ്രമിക്കട്ടെ. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനാണ് ഇപ്പോൾ വിളിച്ചത്. ഒരു പത്രത്തോടും അവൾ ഇന്ന് സംസാരിക്കാൻ പാടില്ല. ജാവേദ്, ഇക്കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓ, സോറി നാരായണൻ. ഒരു പത്രക്കാരൻ ഇപ്പോൾ അവളെ ഇന്റർവ്യൂ ചെയ്ത് ഫോട്ടോ എടുത്ത് പോയതേ ഉള്ളൂ. ആരാണ് അയാൾ? വർഗീസ്. കരിമ്പോയി, നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. വർഗീസ് അവളെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോ ഞാൻ ഇറങ്ങുകയാണ്. വൈകുന്നേരം 4 മണിക്ക് വസുന്ധരയെയും കൂട്ടി ഞാൻ തിയേറ്ററിലെത്തും. അവരോട് വരാൻ പറഞ്ഞിരുന്നത് നേരത്തിന് എന്ത് പറഞ്ഞാൽ നടക്കില്ല. ചിലങ്കകളെ തങ്ക ചിലങ്കകളെ കലയുടെ കർപ്പൂര വീണകളെ കളകളനാദ മൃദുവാണികളെ ചിലങ്കകളെ തങ്ക ചിലങ്കകളെ കലയുടെ കർപ്പൂര വീണകളെ കളകളനാദ
മക്കളെ. കലയുടെ ഗോപുര നടയിൽ കലയുടെ ഗോപുര നടയിൽ പൂവെണ്ണ കൽപ്പടവിൽ. കലാസ്നേഹികളെ, നാടക കൂട്ടായ്മയുടെ പുതിയ നാടകം ഒരു ദളിത് യുവതിയുടെ കഥന അല്പസമയത്തിനുള്ളിൽ അരങ്ങേറുകയാണ്. കലുഷവും സങ്കീർണവുമാണ് നമ്മുടെ കാലഘട്ടം. മുതലാളിത്തം വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നഗരത്തിൽ ആസുരങ്ങളായ 1000 മുഖങ്ങളുണ്ടതിന്. എന്നാൽ നാഗരികതയുടെ, പരിഷ്കൃതിയുടെ കടന്നുകയറ്റം സംഭവിച്ചിട്ടില്ലാത്ത ഗ്രാമങ്ങളിലോ അവിടെ സമ്പത്തും വർണ്ണവർഗപരമായ മേൽക്കോയ്മകളും അതീശസ്ഥാനങ്ങളെ രൂപപ്പെടുത്തുന്നു. ഈ പരിതോവസ്ഥയിൽ ദളിതരും സ്ത്രീകളും ഏറ്റവുമധികം ചൂഷണവും പീഡനവും അനുഭവിക്കുന്നവരായിത്തീരുന്നു. ദളിത് സ്ത്രീ ജീവിതങ്ങൾ എപ്രകാരമെല്ലാം പീഡിതമായിത്തീരുന്നു എന്നതിന്റെ യഥാർത്ഥ ആവിഷ്കാരമാണ് ഒരു ദളിത് യുവതിയുടെ കഥന എന്ന നാടകത്തിൽ നാടകൃത്ത് നാരായണൻ നിർവഹിച്ചിരിക്കുന്നത്. കാണുക, ഒരു ദളിത് യുവതിയുടെ കഥന. രചന നാരായണൻ, സംവിധാനം വിക്ടർ കരീംബോയ്, പ്രകാശ സംവിധാനം പാർത്ത. അരങ്ങത്ത് വസുന്ധര, അലി അക്ബർ, യശ്വന്ത്, റാം മോഹൻ, മൃണാളിനി, പ്രതാപ്, രോഹിത്, ശങ്കർ. കലാസ്നേഹികളെ, നാടകം ആരംഭിക്കുന്നു. സരസ്വതി ക്ഷേത്രങ്ങളിൽ സൽക്കലാസ്ഥാനങ്ങളിൽ സർഗോജ്വല പ്രതിഭാസമുണർത്തുന്ന സംസ്കാര രംഗങ്ങളിൽ അറിവിൻ കനി തേടി ഞങ്ങളണയുന്നു. അമൃത കുംഭങ്ങളേന്തി അദ്വൈത ഭദ്രദീപങ്ങൾ കൊളുത്തുന്നു. അക്ഷരാരാധകർ ഞങ്ങൾ, അക്ഷരാരാധകർ ഞങ്ങൾ. അവിടെ നിൽക്ക്. ഓടാതെ. എത്ര നേരെ നീ എന്നെ കളിപ്പിക്കുന്നു. അങ്ങനെ വഴിക്കുവോ? നിന്നെ ഇന്ന് ഞാൻ നോക്കിക്കോ. ഭഗവതി, ഓ ഭഗവതി, മതി നിന്റെ ഓട്ടവും ചാട്ടവും. അകത്ത് കയറിപ്പോ. അമ്മേ,
ഇത് കണ്ടോ, ഓടി ഓടി എനിക്ക് വയ്യാതായി. മതി, കയറി പോകാനല്ലേ പറഞ്ഞത്. കണ്ണും മൂക്കുമില്ല, ചുറ്റുപാട് എന്ത് നടക്കുന്നു എന്ന ശ്രദ്ധയില്ല. മുകളിൽ ആ മരച്ചോട്ടിൽ ഗുണ്ടേച്ചയുടെ കാളവണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ? വേഗം അകത്ത് പോകാൻ. കാളവണ്ടിയോ? അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഗുണ്ടേച്ച നിന്നെ കണ്ടു. അയാളുടെ തുറച്ചുനോട്ടം കാണുമ്പോ എനിക്ക് ഭയവാ മോളെ. നിനക്കറിയില്ല ഗുണ്ടേച്ചയെ, എത്രയോ പെണ്ണുങ്ങളെ അയാൾ. അമ്മ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ ഇവനെ ആലയിൽ കൊണ്ട് കെട്ടട്ടെ. വാടാ, വാ. ഈ പെണ്ണിനി എന്നാ കുട്ടിക്കളി മാറുന്നത്? എന്തിനും പോന്നവനാ ഗുണ്ടേച്ച. ഈശ്വര, അപകടം ഒന്നും കൂടാതെ കാക്കണേ. അനങ്ങാതെ നെല്ലുകാളെ, അനങ്ങാതെ. ആ വകതിരിവ് കെട്ട കിഷൻചന്ദ് കാരണം ഈ വെയിലത്ത് എനിക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നില്ലേ? കയ്യേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അവന്റെയൊക്കെ കുടിലുകൾ തീവയ്ക്കണം. സമരവും സംഘടനയും ഒക്കെ ഈ ഗുണ്ടേച്ച കുറെ കണ്ടിട്ടുണ്ടെന്ന് ആ കിഷൻചന്ദ്രനോട് പോയി പറ. ഓ, പറയാമേ. എന്തായാലും ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടൊരു ഗുണമുണ്ടായി. ആ രാംലാലിന്റെ മോള് ആ പെണ്ണിനൊന്ന് കാണാനൊത്തു. എന്താ അവളുടെ പേര്? ഭഗവന്തി. രാംലാലിന് ഇവളൊരു പെണ്ണേയുള്ളൂ, മോളും മോനും ഒക്കെയായി. ഓഹോ, എനിക്ക് അവളെ നന്നായിട്ടൊന്ന് കാണണം. അത് പിന്നെ പറയണോ? വഴിയുണ്ടാക്കാം. യജമാനൻ ആഗ്രഹിച്ച ഏത് കാര്യമുണ്ട് നടക്കാത്തതായി? വെറുതെ മുഖസ്തുതി പറഞ്ഞാൽ പോരാ, കാര്യങ്ങൾ നടപ്പിൽ വരുത്തണം. ഓ, മനസ്സിലായോ? ഓ, അറിയാമേ. വേണ്ടത് ചെയ്തോളാം. എന്നാ വണ്ടി പുറപ്പെടട്ടെ. ആ നാരായണ, നിങ്ങൾ പതിവ് പോലെ കർട്ടന് പിന്നിൽ നിന്നെല്ലാം സൂക്ഷ്മമായി നോക്കുകയാണല്ലേ? കാഴ്ചക്കാരുടെ പ്രതികരണങ്ങൾ വളരെ പ്രധാനമല്ലേ ജാവേദ്? ഇത്തവണ ഞാനും നിങ്ങളെ പോലെ തന്നെ സദസ്സിന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. നാടകം ഞാൻ റിഹേഴ്സൽ സമയത്ത് എത്രയോ കണ്ടതാണ്. 3 രംഗങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നല്ല പ്രതികരണമാണുള്ളത്. പിന്നെ ഇതാദ്യമായല്ലേ തിയേറ്റർ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതും. ഇപ്പോഴിതാ നിർണായകമായ 4ാമത്തതും അവസാനത്തതുമായ ആ രംഗം. ജാവേദ്, നിങ്ങളുടെ സ്ഥിതി എനിക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്കുള്ള അത്രയുമോ അതിലേറെയോ ടെൻഷൻ എനിക്കുമുണ്ട്. നാരായണ, കർട്ടനിട്, കർട്ടനിട്. നാരായണ, കർട്ടനിട്ടോ, കർട്ടനിട്ടോ. വസുന്ധരെ, നീ മേക്കപ്പ് റൂമിൽ പോയി അല്പം വിശ്രമിക്കും. ഗോകുൽ എവിടെ? നാടകം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ തിരയുകയാണ്, കാണാനില്ല. നാടകം കാണാൻ 2ാമത്തെ വരിയിലിരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് നോക്കാം. എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് പാർത്ഥ സംഭവിച്ചത്. ആട്ടെ, നാരായണൻ എവിടെ? എനിക്ക് അയാളോട് മാപ്പ് ചോദിക്കണം. ജാവേദ്, പാർത്ഥ, നിങ്ങൾ ആരെങ്കിലും ഗോകുലിനെ കണ്ടോ? നാടകം അവസാനിച്ചപ്പോൾ മുതൽ ഞാൻ അയാളെ തിരയുകയാണ്.
ചിലപ്പോൾ പുറത്തുണ്ടാകും. ഐ എം സോറി നാരായണ, എന്റെ കുറ്റമായിരുന്നില്ല അത്. എനിക്കറിയാം പാർത്ഥ, എനിക്കറിയാം. ആ ഒരു രംഗത്തിന്റെ സംവിധാനത്തിന് വേണ്ടി എത്രയോ നാളുകളായി നിങ്ങൾ തയ്യാറെടുത്തിരുന്നു. പക്ഷേ സദസ്സിൽ നിന്ന് ക്യാമറകൾ ഫ്ലാഷ് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുകയില്ലല്ലോ. ഇനിയുള്ള കളികളിൽ ക്യാമറകൾക്ക് വിലക്ക് ഏർപ്പെടുത്തണം. ആദ്യത്തെ ഷോ ആണ് ഏറ്റവും പ്രധാനം. അത് പാഴായിരിക്കുന്നു. ഇനി എന്തിന് നാളത്തെ കാര്യം ചിന്തിക്കണം? പാർത്ഥ, എനിക്കുടനെ വസുന്ധരയെ ഗോകുലിന്റെ അടുത്തെത്തിക്കണം. വസുന്ധരെ, നിന്നെ ഞാൻ ഗോകുലിന്റെ വീട്ടിൽ കൊണ്ടുപോകാം. ബാഗ് എടുത്തു വരൂ. ഇല്ല, ഞാൻ വരുന്നില്ല. എന്ത്? ഞാൻ ജാവേദിന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാലും വൈകണ്ട. വീട്ടിൽ പോയി വല്ലതും കഴിച്ച് നന്നായി ഉറങ്ങ്. നിനക്കിപ്പോൾ ആവശ്യം ഗോകുലിനെ അല്ല, ഒരു നല്ല ഉറക്കമാണ്. എന്തായാലും നമുക്ക് ഗോകുലിന്റെ വീട് വഴി തന്നെ പോകാം. ഗോകുൽ, ഗോകുൽ, ഗോകുൽ. ഗോകുൽ ഇവിടെ വന്നിട്ടില്ലല്ലോ. വീട് പൂട്ടിക്കിടക്കുന്നു. ഞാൻ പെങ്ങളെയും കൊണ്ട് പോയിക്കോളാം. നാരായണ, നിങ്ങൾ ഇനിയും ബുദ്ധിമുട്ടേണ്ട. നാളെ വൈകുന്നേരം കരീംബോയുടെ ഫ്ളാറ്റിൽ കാണാം. ഓക്കെ? ഓക്കെ, ശരി. എല്ലാവരും എത്തിയല്ലോ. നമ്മുടെ പുതിയ നാടകം പലരും ഒരു പരാജയമായി കാണുന്നുണ്ടാകാം. നാടകകലയുടെ പ്രാഥമികമായ അറിവുകൾ കൈവരിച്ചവർ ഇതൊരു വലിയ വിജയമായും കരുതുന്നുണ്ടാകാം. നമ്മുടെ പുതിയ സംരംഭം ഒരു പരാജയമാണോ വിജയമാണോ എന്നതല്ല ഇവിടെ പ്രശ്നം. സാർ, കലയിൽ പരാജയവും വിജയവുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതെ അതെ, ഇതുപോലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. നിങ്ങൾ വിവരമുള്ളവരാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ നാടക ഗ്രൂപ്പിൽ അംഗമാകുമായിരുന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. 4 or 5 കളികൾക്ക് സാധ്യതയുള്ള ഒരു നാടകമാണത്. പക്ഷേ നമ്മുടെ നിർഭാഗ്യം കാരണം ഒറ്റ കളിയിൽ അത് അവസാനിപ്പിക്കേണ്ടി വന്നു. ഈ നഗരത്തിൽ നാടകകല നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഈ നാടകം ഓർമ്മിക്കപ്പെടും. ഇവിടെ സന്നിഹിതനായിട്ടില്ലാത്ത ഗോകുൽ കൂടി കേൾക്കുവാനാണ് ഞാനിത് പറയുന്നത്. നാടകത്തിന്റെ ചരിത്രത്തിൽ നാം പ്രവേശിച്ചുവെങ്കിൽ അതിന് പ്രധാന കാരണക്കാരി വസുന്ധരയാണ്. നമ്മുടെ പാർട്ടി ആരംഭിക്കാൻ വൈകി. വരൂ, നമുക്ക് താഴേക്ക് പോകാം. കരീംബോയുടെ ഫ്ളാറ്റിന്റെ ഈ ടെറസിൽ ഇപ്പോൾ ഞാൻ തനിച്ചാണ്. അപ്രതീക്ഷിത മുഹൂർത്തങ്ങൾക്ക് ഈ ടെറസ് എന്നും സാക്ഷിയായിട്ടുണ്ട്. കുറച്ചു മുൻപാണ്
കരീംബോയ് എന്നെ കലയിലെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിച്ച് മൂർധാവിൽ ചുംബിച്ചത്. 1,00,000-ഓളം വീട്ടുകാർ ഇന്ന് രാവിലെ പ്രഭാതപത്രം തുറന്നു നോക്കിയപ്പോൾ ഉടുതുണിയില്ലാതെ നിൽക്കുന്ന ഭഗവന്തിയെ കണ്ടു. വർഗീസ് എന്ന പത്രപ്രവർത്തകൻ നടത്തിയ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങളും ബോക്സിലുണ്ടായിരുന്നു. മൂന്ന് പ്രശസ്തരായ പ്രസാധകർ ഇന്ന് നാരായണനെ ഫോണിൽ വിളിച്ച് അയാളുടെ നാടകം പ്രസിദ്ധീകരിക്കാൻ സന്നദ്ധരാണെന്ന് അറിയിച്ചു. അവരിൽ ഒരാൾ കരാർ അഡ്വാൻസ് തുകയുമായി ഒരു സുന്ദരിയെ അയാളുടെ അരികിൽ പറഞ്ഞയക്കുകയും ചെയ്തു. പക്ഷെ നാരായണൻ പറഞ്ഞതും പ്രവർത്തിച്ചതും മറ്റൊരു വഴിക്കായിരുന്നു. എനിക്ക് ഒരാഗ്രഹമുണ്ട്. എന്റെ നാടകം ഇവിടെ വെച്ച് ഇപ്പോൾ ചുട്ടുകളയാൻ. ഇത്രയും കാലം ഞാൻ ധരിച്ചിരുന്നത് രചന പൂർത്തിയായ ഒരു നാടകത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്നാണ്, സ്റ്റേജിൽ അവതരിപ്പിക്കുക എന്നത്. പൂർത്തിയായ ഒരു നാടകകൃതിക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വരൂ, നമുക്ക് ആ ലക്ഷ്യം നിറവേറ്റാം. എവിടെ മണ്ണെണ്ണ? തീപ്പെട്ടി തരൂ. താഴെ കരീംബോയുടെ ഇരിപ്പുമുറിയിൽ പാർട്ടി തുടങ്ങി. നാരായണന്റെ നാടകം കത്തിത്തീരാറായി. പക്ഷേ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. ഗോകുൽ എന്റെ കൈവിരലിൽ അണിയിച്ച ഈ തിളങ്ങുന്ന മോതിരവും തീക്കുള്ളതാണ്. ഇത് ഞാൻ തീയിൽ വയ്ക്കട്ടെ. ഒരു ദലിത് യുവതിയുടെ കഥനകഥ. എം മുകുന്ദന്റെ നോവലിന്റെ റേഡിയോ ആവിഷ്കാരം സമാപിക്കുന്നു. റേഡിയോ രൂപാന്തരം ഡോക്ടർ ആർ ശ്രീലത വർമ്മ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: നാരായണൻ പി കെ സുരേഷ് ബാബു, കരീംബോയ് പി വി വേണുഗോപാലൻ, ഗോകുൽ വി കെ രമേശൻ, ജാവേദ് എം എച്ച് മുഹമ്മദ് ഇസ്മയിൽ, പാർത്ഥ ശശിധരൻ കളത്തിങ്കൽ, മറിയ ടി ജെ ലൈല, വസുന്ധര സിന്ധു ടി ഗംഗാധരൻ,
രാധിക YS പൗർണമി. സംവിധാനം ഉമാ ബാലൻ. അവതരണം ആകാശവാണി തൃശൂർ നിലയം.